ആദ്യത്തെ കിളിക്കുള്ള അടിപൊളി ഒരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സുധീഷിൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ, നമ്മളെ കിളിക്കൂടിലേക്ക്. അതിനുശേഷം പിന്നെ നമ്മളെ നിധിക്കാണെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിനൊക്കെ ജോലിക്കൊക്കെ ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നിധിയാണെങ്കിൽ സുധീഷോടാണെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്പോൾ അതുപോലെ നമ്മളെ സുധീഷാണെങ്കിൽ കാറിൽ കിടന്ന് ഉറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. നിധിയാണെങ്കിൽ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിനൊക്കെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ MD തന്നെയാണ് നമ്മൾ നിധി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ നിധിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ പറയുന്നുണ്ട് റാങ്ക് ഹോൾഡർ ആണല്ലോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധിക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ കഴിവ് നമ്മൾ ജോലിയിലും കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നിധി എടുത്ത് പറയുന്നുണ്ട് എന്തായാലും ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മൾ നിധിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നെ നിധി അവിടുത്തെ ബോസിന് ക്ഷയിക്കാനൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ നേരെ സുധീഷിൻ്റെ അടുത്തിട്ട് സന്തോഷ വാർത്ത പറയാനൊക്കെ വേണ്ടി നിധി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാറിൽ കയറി ഇരുന്നിട്ട് നിധി തന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ എഴുന്നേൽക്കുക ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ നിധിയാണെങ്കിൽ ആ ജോലി കിട്ടിയ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരത് വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ എല്ലായിടത്തും പറയുന്നുണ്ട് ജോലിയൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധിയാണെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ റെഡിയാവുന്ന സമയത്താണെങ്കിൽ അവരാണെങ്കിൽ ഭയങ്കര സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നൊക്കെ നമ്മൾ സുഭാഷും എല്ലാവരും ഒക്കെ വിചാരിച്ചിട്ട് നിധിക്ക് ഭയങ്കര സർപ്രൈസൊക്കെ കൊടുക്കുന്നുണ്ട്. ജോലിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കാണെങ്കിൽ ആ കമ്പനിയുടെ MD ആണെങ്കിൽ നിധി അടുത്ത് പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല ഈ കമ്പനിയുടെ ഓണർ എനിക്കൊരു ഇതിനോടൊരു പാർട്ണറും കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പാർട്ണറിനെയും കൂടെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നിധിയാണെങ്കിൽ ആ പാർട്ണറിനെയും കൂടെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഈ ഒരു ബോസിനാണെങ്കിൽ നമ്മളെ നിധിയെടുത്താണെങ്കിൽ ഒരു ക്രഷും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ആദ്യമാണെങ്കിൽ അയാളാണെങ്കിൽ നോർമലായിട്ട് നല്ല ഒരു ബോസിൻ്റെ ഇടയ്ക്കൊക്കെ നിന്നത്. പിന്നെ പിന്നെ പയ്യെ അയാൾക്കൊരു നിധിയെടുത്തൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നിധിയാണെങ്കിൽ അവിടെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ചേട്ടനും വൈഫൊക്കെ ഉള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഞാനിവിടെ എൻ്റെ കുറച്ച് കസിൻസിൻ്റെ കൂടെ നിൽക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നിധിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നൊക്കെയുള്ള കാര്യമൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മളെ നിധിയാണെങ്കിൽ ബോസിനെയും പിന്നെ അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ആയിട്ട് നമ്മളെ കിളിക്കൂടിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നിധിയാണെങ്കിൽ അവരെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുക കസിൻസ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മളെ നിധി പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സുധീഷിനെയും കസിൻ എന്നും പറഞ്ഞൊക്കെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നതൊക്കെ. അത് കേൾക്കുന്നത് നമ്മൾ സുധീഷിനാണെങ്കിൽ സങ്കടമൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നാണെങ്കിൽ നമ്മൾ ആ നിധി പറഞ്ഞ കള്ളത്തരം അവസാനം നിധിക്ക് തന്നെ ഒരു മെനയായിട്ടൊക്കെ വരുന്ന ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ സുധീഷാണെങ്കിൽ നിധിയെ വിട്ടുകൊടുക്കാമെന്നൊക്കെ വിചാരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും പക്ഷേ നമ്മുടെ സുധീഷിനാണെങ്കിൽ അത് ഒട്ടും പറ്റത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ സുധീഷും നിധിയൊക്കെ ആയിട്ടുള്ള ഇത് കാണിക്കുന്നുണ്ട്. പിന്നാണെങ്കിൽ ഇനി അവരെ ലവ് സ്റ്റോറിയൊക്കെ ഇനി തുടങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ ഒരു വില്ലനായിട്ട് ഈ ഒരു ബോസിനെ കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇപ്പോഴല്ലേ ഇതൊക്കെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിധി ഇപ്പോൾ തിരിച്ച് കിളിക്കൂട്ടിൽ വന്നിട്ട് നമ്മൾ സുധീഷിനെ കെയർ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ഒരു സ്വപ്ന ലോകത്ത് നടക്കുന്ന രീതിയൊക്കെ ഇനി കാണിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ നമ്മൾ ഈ ബോസിൻ്റെ ഒരു ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആ ഒരു രംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരാനിരിക്കുന്ന എപ്പിസോഡിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു രംഗങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ.